നമസ്കാരം. ഞാനും ഓമല്ലൂർ കണ്ണനും കൂടെ സൈക്കിൾ ചവിട്ടി രാവിലെ ഇറങ്ങി. ഇപ്പം ലാഹ കയറ്റത്തിൻ്റെ പകുതി എത്തി. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഒരു ടെൻഷനും ഇല്ലല്ലോ, ഒരു പ്രയാസവുമില്ല, നല്ല എപ്പോഴും ഹാപ്പിയാണ്, ഒരു ടെൻഷനും ഇല്ലാത്ത മനുഷ്യൻ എന്ന് പത്തനംതിട്ട കോടതിയിലെ വക്കീലന്മാർ അസൂയോടുകൂടി പറയുന്ന ആളാണ് ഞാൻ. പക്ഷെ അല്ല, ഞാൻ വളരെ സെൻസിറ്റീവാണ്. ഭയങ്കര ടെൻഷനുള്ള ആളാണ്. പല കാര്യത്തിലും ഭയങ്കര സെൻസിറ്റീവാണ്. പെട്ടെന്ന് കോപം വരുന്ന ആളാണ്, പെട്ടെന്ന് വിഷമം വരുന്ന ആളാണ്, ഇങ്ങനെയൊക്കെ വെച്ച് ചെയ്യുന്ന ആളാണ്. പക്ഷെ ഞാനൊരു കാര്യം ചെയ്യും, ഞാൻ അങ്ങനെ വളരെ സെൻസിറ്റീവ് ആണെന്ന് എനിക്കറിയാം. എന്നാൽ ഞാൻ ആ സാഹചര്യങ്ങൾ ഒഴിവാക്കും. പല സാഹചര്യങ്ങളുണ്ട്, നമുക്കിഷ്ടപ്പെടാത്ത ചിലരുടെ സാമീപ്യങ്ങൾ, അവരുമായിട്ടുള്ള ഇടപെടൽ, ഇഷ്ടപ്പെടാത്ത സാഹചര്യമായിട്ടുള്ള ഇടപെടൽ, അതൊക്കെ ഞാൻ ഒഴിവാക്കും. ചില മനുഷ്യരുമായിട്ട് സഹകരിച്ചാൽ പ്രശ്നമാണ്. അവരെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചൊറിഞ്ഞ് കിടക്കും. അത് ഞാൻ വളരെ സെൻസിറ്റീവാണ്. പെട്ടെന്ന് ദേഷ്യവും വരും. തന്നെയല്ല, അപാരമായ ഈഗോ ഉള്ള ആളാണ് ഞാൻ. ഈഗോ ഉണ്ട്, അഹങ്കാരമുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഉള്ളത് കൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ച് മറ്റുള്ളവരുമായിട്ട് ഇടപെടും. പൊതുവായിട്ട് അധികം ഞാൻ മിങ്കിൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കും. പിന്നെ എനിക്ക് വളരെ വലിയ ടെൻഷൻ വന്നാൽ ഞാനത് ദൂരീകരിക്കുന്നത് സൈക്ലിംഗ് നടത്തും. ദീർഘദൂര സൈക്ലിംഗ് നടത്തും. ശരീരം കുറേ ക്ഷീണിക്കും. അന്നേരം കുറച്ച് ഹാപ്പി ഹോർമോൺസ് നന്നായിട്ടുണ്ടാവും. നല്ല എനർജിക്കാവും. നല്ല നല്ല സന്തോഷകരമായ അവസ്ഥയിലെത്തും. ഒരാഴ്ച ഒരു 100 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി കഴിയുമ്പോഴും ഒരാഴ്ചത്തേക്ക് ഞാൻ വളരെ ഹാപ്പിയാണ്. വേറെ പിന്നെ എക്സസൈസ് ചെയ്യും, എങ്കിലും ആ ഹാപ്പിനെസ് ഇങ്ങനെ നിലനിൽക്കും. അങ്ങനെയാണ് എൻ്റെ ജീവിതം. അതുകൊണ്ട് ഞാൻ ഒട്ടും സ്ട്രെസ് ഇല്ലാത്ത ആളോ ഒന്നും ആണെന്ന് വിചാരിക്കരുത്. പിന്നെ വക്കീൽ പണിയിൽ പ്രൊഫഷൻ പരമായ സ്ട്രെസ്സും ഒക്കെ അത് സ്വാഭാവികമായിട്ട് ചെറുതായിട്ട് വരും. പക്ഷെ ഞാൻ വളരെ അടുക്കും ചിട്ടയോടും കൂടി കാര്യം ചെയ്യും. ചിലരുണ്ട് കോടതിയിൽ ചോടി പിടിച്ച് ഭയങ്കര വിയർത്ത് ടെൻഷൻ, ആ സാക്ഷിയുണ്ട്, ഈ സാക്ഷിയുണ്ട്, ഇതെല്ലാം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നവർ. ഞാൻ എത്ര സാക്ഷി ഉണ്ടെങ്കിലും വളരെ കൂളായിട്ടായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓഫീസിലിരുന്ന് മൊത്തം വർക്കൗട്ട് ചെയ്ത് ഞാൻ നോട്ട് തയ്യാറാക്കി ക്രോസ് എക്സാമിനേഷൻ്റെ എല്ലാ കാര്യങ്ങളും പ്രിൻ്റ് ഔട്ട് എഴുതി, അത് ഞാൻ ടൈപ്പ് ചെയ്താൽ എല്ലാം സേവ് ചെയ്യുന്നത്, കൈകൊണ്ട് എഴുതിയല്ല, മൊത്തം തയ്യാറാക്കി പ്രിൻ്റ് എടുത്തുകൊണ്ടേ ഞാൻ കോടതി പോകും. അതായത് ഒരു ചോദ്യം പോലും എനിക്ക് മിസ്സാവാത്ത രീതിയിൽ ഞാൻ പോകും. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് ഞാൻ കേസ് നടത്താൻ പോകും. അതുകൊണ്ട് എനിക്ക് ടെൻഷനില്ല. കാരണം അല്ല, എൻ്റെ കയ്യിൽ പ്രിൻ്റ് എടുത്തുകൊണ്ട്. ചിലരുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഓർത്ത്, അയ്യോ അത് വിട്ടുപോയി, ആ ചോദ്യം വിട്ടുപോയി, ഈ ചോദ്യം വിട്ടുപോയി, അല്ലെങ്കിൽ അത് ചോദിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നത്. എൻ്റെ ഒരു ചോദ്യം പോലും, എൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു കാര്യം പോലും ചോദിക്കാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. കാരണം വെച്ചാൽ ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുള്ളതാണ്. പിന്നെ അന്നുള്ള കാര്യങ്ങൾ അന്നു ചെയ്യും, കൃത്യമായിട്ട് ചെയ്യും. അവധി ദിവസങ്ങളിൽ ഒരു കേസുമില്ല, വഴക്കുമില്ല, യാതൊന്നുമില്ല, സന്തോഷകരമായിട്ട് ഇത് സൈക്കിൾ ചവിട്ടും പോകും. ആരെങ്കിലും വിളിച്ചാൽ അതുകൊണ്ട് ഇന്നൊരു കാര്യമുണ്ട്, ഓഫീസിലോട്ടൊന്ന് വരാമോ? ഇല്ല, നിങ്ങൾ വേറെ വക്കീലിനെ കണ്ടു, ഇന്ന് എനിക്ക് വരാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ തിങ്കളാഴ്ച ഇനി അടുത്ത വർക്കിംഗ് ഡേ വന്നാൽ മതി എന്ന് പറയും. അവരുടെ ലാഭമില്ലെന്നല്ല ഉള്ളൂ. എനിക്ക് സമാധാനവും സന്തോഷവും ആണല്ലോ മുഖ്യം. എൻ്റെ ജീവിതമാണല്ലോ എനിക്ക് മുഖ്യം. ഞാൻ കുറേയേറെ കാശുണ്ടാക്കി വെച്ച് എനിക്ക് സൂഹിക്കാൻ പറ്റിയില്ല, പിന്നെ എന്തോ കുന്തത്തിനായി പൈസ. അതുകൊണ്ട് ഞാനൊരു സ്ട്രെസ് ഇല്ലാത്ത ആളാ, എല്ലാം നെവർ മൈൻഡ് ചെയ്യുന്ന ആളാ എന്നൊന്നും വിചാരിക്കരുത്. വളരെ സ്ട്രെസ്സും ഭയങ്കര സെൻസിറ്റീവും ആയിട്ടുള്ളൊരു മനുഷ്യനാണ് ഞാൻ. വളരെ ദുർബല ചിത്തനാണ്. പിന്നെ അതുപോലെ എനിക്ക് വലിയൊരു പ്രശ്നമുണ്ട്. അത് എൻ്റെ ഒരു ദൂഷ്യവശമാണ്. എനിക്ക് കൊച്ചിലേ കിട്ടിയതാണ്. എൻ്റെ അമ്മ കുഞ്ഞിലേ മുതൽ എനിക്ക് ഈ രോഗങ്ങളെപ്പറ്റി പറഞ്ഞു തരും. ഇന്ന രോഗം, ഇന്ന സിംറ്റംസ്. അമ്മ സയൻസ് അധ്യാപികയായിരുന്നു. ഇന്ന രോഗം, ഇന്ന സിംറ്റം, അത് ക്യാൻസർ മുതൽ എല്ലാ അസുഖങ്ങളുടെയും സിംറ്റംസ് പറയും. ആ സിംറ്റംസ് എല്ലാം എൻ്റെ മനസ്സിൽ കിടന്ന് ഞാൻ പല രോഗഭീതിയിൽ ഈ 57-ാമത്തെ 58-ാമത്തെ വയസ്സ് വരെ ഒരു നാട് മുഴുവൻ എന്നെ അടിക്കാൻ വേണ്ടി ഇളകി വന്നാൽ ഞാൻ ചിലപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ എനിക്കൊരു ചെറിയ അസുഖം, എന്തെങ്കിലും ഒരു അസുഖമാണെങ്കിൽ ഞാൻ അങ്ങേ അറ്റം വരെ ചിന്തിച്ചങ്ങ് ടെൻഷനാകും. പിന്നെ അത് മാറുമ്പോൾ സന്തോഷമാകും. അത് എനിക്ക് ഉള്ള ഏറ്റവും വലിയ ഭയം രോഗഭീതിയാണ്. രോഗഭീതി ഒരു അസുഖം തന്നെയാണ്. അതിനി എൻ്റെ ജന്മത്തിൽ എനിക്ക് മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു ഉപദേശമുണ്ട്, നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ഈ അസുഖങ്ങളെപ്പറ്റി കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കാതിരിക്കുക. സ്വാഭാവികമായിട്ട് അവർക്ക് അവർ പഠിച്ചു വരുമ്പോൾ അറിയുക. കൊച്ചിലെ മുതൽ പറഞ്ഞ് മനസ്സിലാക്കാതിരിക്കുക. എൻ്റെ അമ്മ മനഃപൂർവ്വം അല്ലാതെ എനിക്ക് തന്ന ഒരു ദോഷമാണിത്. ഈ രോഗങ്ങളെപ്പറ്റി എന്നെ ഓരോന്നോരോന്ന് പറഞ്ഞ് ഞാനൊരു രോഗഭീതി ഉള്ളവനായി. മറ്റൊരു കാര്യത്തിൽ ഞാൻ ഭയക്കത്തില്ല. ഒരു ടെൻഷനും ഇല്ലാത്ത മനുഷ്യർ ഈ ലോകത്തില്ല. പലതരത്തിലുള്ള ടെൻഷനുകൾ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അതിലേറ്റക്കുറിച്ചിലുണ്ട്. പിന്നെ നമുക്കുണ്ടാകുന്ന ടെൻഷനും സ്ട്രെസ്സൊക്കെ ദൂരീകരിക്കാൻ ചില മാർഗ്ഗങ്ങൾ നമ്മൾ കണ്ടെത്തണം. ചിലരുണ്ട്, ടെൻഷൻ വന്നാൽ ഉടനെ വെള്ളം അടിക്കാൻ പോകും, ഫോൺ അടിക്കും, അപ്പോൾ ഒരു കുന്തമാണെന്നൊക്കെ പറയും. അടുത്ത ദിവസം രാവിലെ ആ ടെൻഷൻ ശതഗുണീഭവിച്ച് അവൻ്റെ മനസ്സിലേക്ക് കയറി വരും. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ടെൻഷൻ ദൂരീകരിക്കാൻ മദ്യപിക്കരുത്. ആ ടെൻഷൻ പച്ചയായ മനസ്സോടുകൂടി നേരിടണം.
ഇല്ലെങ്കിലുള്ള കുഴപ്പം പലരും ആത്മഹത്യ വരെ ചെയ്യുന്നത് ഈ മദ്യത്തിൻ്റെ പിടിയിലാണ്. ടെൻഷൻ അടിച്ച് കൂടി വരുമ്പോൾ മദ്യപിച്ചു, ഇനിയും വേണ്ട ജീവിതം പോട്ടെ. അതേസമയം എല്ലാ ടെൻഷനും എല്ലാ പ്രയാസങ്ങൾക്കും ഒരു അന്ത്യമുണ്ട്. ഇതുകൊണ്ടൊന്നും ലോകം അവസാനിക്കത്തില്ല. എത്ര മലയിടിഞ്ഞ് വന്നാലും എത്ര പാച്ചിലുണ്ടായാലും ഇതിനൊക്കെ ഒരു അവസാനമുണ്ട് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ അത് ഫേസ് ചെയ്യാൻ തയ്യാറാകും. അല്ലെ വരട്ടെ, വിധി പോലെ വരട്ടെ എന്ന് ചിന്തിക്കാം. പക്ഷേ മദ്യപിച്ച് ചെയ്താൽ ആ 2-3 മണിക്കൂർ നമുക്ക് ഭയങ്കര ഇതായിരിക്കും. ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ 48 മണിക്കൂർ ഇതിൻ്റെ ടെൻഷനാണ് കൂടും. ഈ മദ്യത്തിൻ്റെ ഏറ്റവും വളരെ ഒരു പ്രശ്നം ഞാൻ പറയാം. മദ്യം നമുക്ക് 3 മണിക്കൂർ വളരെ സന്തോഷമേകും. അടുത്ത 48 മണിക്കൂർ അതിൻ്റെ 10 മടങ്ങ് 100 മടങ്ങ് ബുദ്ധിമുട്ട്, പ്രയാസം, അപകർഷത, നൈരാശ്യം, ഭയം, ഭീതി ഇതെല്ലാം ഉണ്ടാകും. അതാണ് മദ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. എന്ന് വെച്ച് വല്ലപ്പോഴും മദ്യപിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. മദ്യം നമ്മൾ ഉപയോഗിക്കുന്നുവെങ്കിൽ നമ്മൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുമ്പം മദ്യം ഉപയോഗിക്കണം. അടുത്ത ദിവസം ഹാപ്പിനെസ്സിൻ്റെ അളവ് ഇച്ചിരി കുറയും. ഈ മദ്യം ഉപയോഗിക്കുമ്പോൾ അടുത്ത ദിവസം മദ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഹാപ്പിനെസ്സിൻ്റെ അളവ് കുറയും. മദ്യത്തിൻ്റെ ആ എഫക്റ്റ് പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം കുരങ്ങിയെത്ത നായരെ പോലെ ഇങ്ങനെ കുത്തിയിരിക്കേണ്ടി വരും. അന്നേരം മദ്യത്തെ ആശ്രയിക്കരുത് ടെൻഷനുള്ളവർ. മദ്യം ഒരു തരത്തിലും നമുക്ക് പ്രയോജനം ചെയ്യത്തില്ല. ഒരു ലഹരിയും, ബാഹ്യമായ ഒരു ലഹരിയും നമുക്ക് പ്രയോജനം ചെയ്യത്തില്ല. ടെൻഷൻ വരുമ്പോൾ ആ ടെൻഷൻ റിലീസ് ചെയ്യാൻ നല്ല ഭക്ഷണം കഴിക്കാം, ഒരു യാത്ര പോകാം, ശരീരം നന്നായിട്ട് വിയർക്കണം, നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, മനഃപൂർവ്വം ചെയ്യുക, നടക്കുക ഒക്കെ ചെയ്യുക. പിന്നെ അടുത്ത സുഹൃത്തുക്കളുമായിട്ട് ഇത് ഷെയർ ചെയ്യുക. നല്ല സുഹൃത്തുക്കൾ വേണം. പാരയടിച്ച് കയറ്റുന്ന പട്ടികളുണ്ട്. അവന്മാരോടെങ്ങാനും സംസാരിച്ച് പോയാൽ നമ്മൾ ഈ തൂങ്ങിച്ചാണ്ടൻ അപ്പം വെടിവെച്ച് ചാവും. അത്രയ്ക്ക് ഭീകരമായ സുഹൃത്തുക്കളുണ്ട്. അങ്ങനെയുള്ള തെണ്ടികളുമായിട്ട് ഒരിക്കലും കാരണവശാലും ഇടപെടരുത്. നമുക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി തരുന്ന സുഹൃത്തുക്കളുണ്ട്. അത് ചുമ്മാ പോസിറ്റീവ് പ്രശ്നമൊന്നുമില്ല അങ്ങനെ പറയുന്നവരല്ല. കാര്യകാരണ സഹിതം അതിന് പരിഹാരം കണ്ട് ഇങ്ങനാണെങ്കിൽ നിനക്ക് ഇന്നത് ചെയ്യാം എന്ന് പരിഹാരം കണ്ട് ബുദ്ധിപരമായി ഉപദേശിക്കുന്ന വഴികാട്ടി തരുന്ന സുഹൃത്തുക്കളുണ്ട്. തലയിൽ ആൾതാമസമുള്ളവർ, അവരുമായിട്ട് ഇടപെടുക. ആൾതാമസം എന്ന് പറയുമ്പോൾ വലിയ വിദ്യാഭ്യാസമൊന്നുമല്ല, സാധാരണ വിദ്യാഭ്യാസമൊക്കെ മതി ബുദ്ധിക്ക്. ഈ നമ്മുടെ സാധാരണ ജീവിതത്തിന്, സാധാരണമായി ജീവിക്കുന്നതിന് വലിയ ഐൻസ്റ്റീൻ്റെ ബുദ്ധിയൊന്നും വേണ്ട. അതിന് കോമൺ സെൻസൊക്കെ മതി, സാമാന്യ ബുദ്ധി മതി. ആ സാമാന്യ ബുദ്ധി കൊണ്ട് നമുക്ക് ജീവിക്കാം, പല പ്രശ്നങ്ങളും പരിഹരിക്കാം. അതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ രാവിലത്തെ ചിന്ത. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. രാവിലെ ഇത്രയും സൈക്കിൾ ചവിട്ടി. എന്നോടൊപ്പം എൻ്റെ ശിഷ്യനുണ്ട്, അവനെ കൂടെ കാണിക്കാം. കണ്ണൻ ഓമല്ലൂർ. ഇവനെ ഞാൻ വളർത്തിയെടുത്തുകൊണ്ട് വരുക. എത്ര വയസ്സുണ്ട് എനിക്കിപ്പം? 30 വയസ്സേ ഉള്ളൂ. എന്നേക്കാളൊരു 27 വയസ്സിന് 27 വയസ്സിന് എളുപ്പമുണ്ട്. എൻ്റെ മോടെ പ്രായമാണ്. പിന്നെ ഇങ്ങനെ മോട്ടിവേഷൻ കൊടുത്ത് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നന്ദി, നമസ്കാരം.